സാജൻ, ഈ അടുത്തിടെ വയനാട് ടൗൺഷിപ്പ് സന്ദർശിക്കേണ്ടായി. ആ ഒരു ടൗൺഷിപ്പ് ഒരു ഈ നിർമ്മാണ രംഗത്ത് ഇടപെടുന്ന ഒരാളെന്ന നിലയ്ക്ക് അതിൻ്റെ ഒരു ലേഔട്ട്, ഡിസൈൻ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ആദ്യ പ്രതികരണം. ഞങ്ങളൊരു ഉച്ചയോട് കൂടിയിട്ടാണ് ആ ടൗൺഷിപ്പിൽ എത്തുന്നത്. അതിൻ്റെ ആദ്യ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഗംഭീരം, അതിഗംഭീരം എന്ന് തന്നെയാണ്. അപ്പോൾ ഈ മേഖലയിലുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ കുറച്ചുകൂടി അത് വിശദമായിട്ടത് നോക്കി കണ്ടു. അതൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി പോലെയല്ല ഗവൺമെൻറ് അതിനെ പരിഗണിച്ചത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതിനെ ഒരു ടൗൺഷിപ്പായി തന്നെ ഒരു വലിയ ക്യാൻവാസിൽ കാണാൻ LDF ഗവൺമെൻറ് സാധിച്ചു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടാമത് അതിൻ്റെ നിർമ്മാണ സമയത്തും ഡിസൈൻ സമയത്തും ഒക്കെ പാലിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ വീക്ഷണം വളരെ നന്നായിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും ഈ വയനാടിൻ്റെ ടെറൈനുകളും നിമ്നോന്നതങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് പല തട്ടുകളായിട്ട് ആ വീടുകളെ വിധാനം ചെയ്യാനും അവയ്ക്ക് പൊതു മാലിന്യനിർമ്മാർജ്ജന സംവിധാനങ്ങളും ഡ്രൈനേജുകളും എല്ലാം അങ്ങനെ പൊതുവായി ഉപയോഗിക്കാവുന്ന രീതിയിൽ പ്രവർത്തിക്കാവുന്ന രീതിയിൽ അതിനെ ക്രമീകരിച്ചു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമത് ഒരു നല്ല അയൽപക്ക ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ പല വീടുകളുടെയും ഉമ്മറം പരസ്പരം കാണാവുന്ന രീതിയിൽ അതിനെ സജ്ജീകരിച്ചു എന്നുള്ളതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ ചുരുങ്ങിയ സമയമാണ്, ഒരു കൊല്ലത്തിൽ താഴെ സമയമാണ് എല്ലാ തടസ്സവും നീക്കിയിട്ട് LDF ഗവൺമെൻറ്റിന് ഇതിന് ലഭിച്ചത്. അത് ആ സമയത്തിനുള്ളിൽ 178 വീടുകൾ പൂർത്തീകരിക്കാനായി, ആദ്യഘട്ടം പൂർത്തീകരിക്കാനായി എന്നുള്ളത് ഒരു വലിയ നേട്ടം തന്നെയാണ്. സാധാരണഗതിയിൽ ഒരു ദുരന്തമുണ്ടായിക്കഴിഞ്ഞാൽ ആ നാട്ടിലെ ജനങ്ങളാകെ ഒറ്റ മനസ്സോടെ ഒരു ശരീരത്തോടെ അതിനെ നേരിടുകയാണ് പതിവ്. പക്ഷേ ഈ കാര്യത്തിൽ LDFന് പ്രോത്സാഹനമല്ല കിട്ടിയത്, മറിച്ച് കല്ലേറുകളാണ്. അത് പ്രതിപക്ഷവും കേന്ദ്ര ഭരണകക്ഷികളും കിട്ടാവുന്ന വടികളൊക്കെ എടുത്ത് സർക്കാരിനെ അടിക്കാനാണ് പരിശ്രമിച്ചത്. അതിനെ മറികടന്നുകൊണ്ട് എല്ലാത്തരം പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ടാണ് ഗവൺമെൻറ് ഈ നേട്ടം കൈവരിച്ചത്. അത് കയ്യടികൾ അർഹിക്കുന്നുണ്ട്.